അതായത് നമുക്കറിയാം ഷോർട്സ് ചെയ്യുമ്പോൾ നല്ല വ്യൂസ് കിട്ടും. ചാനൽ തുടങ്ങിയ സമയത്താണെങ്കിൽ യൂട്യൂബിന്റെ വക ഒരു ബൂസ്റ്റിംഗ് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. ഷോർട്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യൂസ് വരുന്നു. പക്ഷെ നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വ്യൂസ് കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ന്യൂ യൂട്യൂബർക്ക് ഒരു ചടപ്പ് വരും. നമുക്ക് ഷോർട്സ് മാത്രം ചെയ്താൽ മതി. അതായത് ഒന്ന് നല്ല വ്യൂസ് വരുന്നു, പിന്നെയോ നമുക്ക് ഷോർട്സ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ എടുത്താൽ മതി. ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് ഒരുപാട് മിനിറ്റ് ഇരുന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഷോർട്സ് പെട്ടെന്ന് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഷോർട്സിൽ നിന്ന് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പൊ അതുപോലെ മോണിറ്റൈസേഷൻ ആകുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടണം എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ യൂട്യൂബേഴ്സ് പലരും ഈ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് ഷോർട്സ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഒക്കെ വരും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ഷോർട്സ് മാത്രം ചെയ്താൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ കഴിയുമോ? അതിനുള്ള ആൻസർ സിമ്പിൾ ആയിട്ട് കഴിയും. രണ്ടാമത്, വരുമാനം നേടാൻ കഴിയുമോ? നല്ല രീതിയിൽ വരുമാനം നേടാൻ കഴിയുമോ? തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരുമാനം നേടാനും കഴിയും. ഇനി ഇതിലെ മറുവശമാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാച്ച് ടൈമിനെ കുറിച്ചിട്ടും. വാച്ച് ടൈം 4000 വാച്ച് ടൈം, അതിന്റെ കുറച്ച് കണക്കുകളും കാര്യങ്ങളും എക്സാമ്പിൾസ് ആയിട്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണുക. യൂട്യൂബിലെ ഒരു ക്രൈറ്റീരിയ 4000 മണിക്കൂർ വാച്ച് ടൈം നമുക്ക് ആയി കഴിഞ്ഞാൽ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാം. അത് ലോങ് വീഡിയോയിൽ നിന്ന്. അപ്പൊ ഷോർട്സിൽ നിന്ന് എടുക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഷോർട്സ് മാത്രം ചെയ്താൽ എത്ര വ്യൂസ് വേണം? നിങ്ങൾക്കറിയാം, 10 മില്യൺ ഷോർട്സ് വ്യൂസ്. അപ്പൊ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ 2 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി. ഒന്ന്, 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ടൈം. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. 4000 വാച്ച് ടൈം എങ്ങനെയാണ് കിട്ടുക, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് ചെയ്യുന്നില്ല, നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നില്ല, ഷോർട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് 10 മില്യൺ ഷോർട്സ് വ്യൂസ് ലാസ്റ്റ് 3 മാസത്തിൽ 90 ദിവസത്തിൽ കിട്ടിയാൽ മതി. ഓക്കെ, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു കോൺഫിഡന്റ്. 10 മില്യൺ ഷോർട്സ് വ്യൂസ് കുഴപ്പമില്ല. ഒരുപാട് പേർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ വന്ന സമയത്തൊക്കെ എല്ലാവരും, ഞാനും സംശയിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഈ ഒരു 10 മില്യൺ ഒക്കെ ഒരു 90 ദിവസത്തിൽ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ ഒരുപാട് പേര് 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ മോണിറ്റൈസേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പൊ ഒരു ന്യൂ യൂട്യൂബർ എന്ന നിലയിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ പിഴക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും നമ്മൾ ചാനലിന്റെ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യും. ആദ്യം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നമ്മൾ എന്താണ്, ഷോർട്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് 1-2 ലോങ്ങും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വാച്ച് ടൈമിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കും. അപ്പൊ നമ്മൾ അനലിറ്റിക്സിൽ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകും 6500 വാച്ച് ടൈം നമുക്കിങ്ങനെ കാണാൻ കഴിയും. പക്ഷെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ അത് കാണിക്കുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ട്? അതാദ്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് വാച്ച് ടൈം കാണിക്കുന്നുണ്ട്. ഏൺ എന്നുള്ള ക്രൈറ്റീരിയന്റെ അവിടെ അത് അപ്ഡേറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാരണം, ഒന്ന്, ഷോർട്സിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം കൂടി അനലിറ്റിക്സിൽ ഉണ്ട്. നിങ്ങൾ ലോങ്ങും ഷോർട്സും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഷോർട്സിൻ്റെതും ലോങ്ങിൻ്റെതും കൂടി കൂട്ടിയിട്ടാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ ഏൺ എന്നുള്ള ഭാഗത്ത് ആ 4000 വാച്ച് ടൈം എന്നുള്ള ഈ ഒരു ഗ്രാഫിൽ കാണിക്കൽ ലോങ് വീഡിയോയിലെ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഷോർട്സിൻ്റെത് കാണിക്കില്ല. അപ്പോൾ വലിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? ഷോർട്സ് നമുക്കൊരു 5 മില്യൺ 3 മില്യൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു പക്ഷെ 4000 വാച്ച് ടൈം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ വാച്ച് ടൈം അവിടെ എടുക്കില്ല. പകരം ഷോർട്സിന്റെ വാച്ച് ടൈം എടുക്കാതെ ഷോർട്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് എടുക്കുക. അപ്പൊ അത് ആദ്യം ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അനലിറ്റിക്സിൽ 4000 കംപ്ലീറ്റ് ആയിട്ട് കാര്യമില്ല. ഏൺ എന്നുള്ള ഭാഗത്താണ് കംപ്ലീറ്റ് ആകേണ്ടത് 4000 വാച്ച് ടൈം. അത് ഷോർട്സിൽ നിന്ന് കിട്ടുന്ന വ്യൂസിന്റെ വാച്ച് ടൈം എടുക്കില്ല. ഇതിപ്പോ ഓക്കെ, സോൾവ് ആയി. അത് ഞങ്ങൾക്ക് അറിയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ പലർക്കും പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്. അവരുടെ വീഡിയോയിൽ ഷോർട്സ് എടുത്ത് നോക്കുമ്പോൾ 12 മില്യൺ 15 മില്യൺ ഒക്കെ ആയിട്ടുണ്ട്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അവര് ലിങ്ക് വരെ അയച്ചു തരും. ഇതെന്താണ്, ഞങ്ങൾക്ക് 15 മില്യൺ ആയിട്ടുണ്ടല്ലോ, പക്ഷെ
ഷോർട്സ് വ്യൂസിന്റെ അവിടെ അങ്ങനെ വന്നിട്ടില്ല. അത്